നമസ്കാരം. ഞാൻ ഇത്തരത്തിൽ ഇന്നൊരു വീഡിയോ ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ട് കുറച്ച് ദിവസമായി. കാരണം വെച്ചാൽ അത്രയ്ക്ക് സമൂഹ മാധ്യമങ്ങളിലെല്ലാം കൂടുതൽ വൈറലായി നിന്നൊരു അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധയാകർഷിച്ചത് പ്രധാനമന്ത്രിയും ലക്ഷദ്വീപും ഒക്കെയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തൊട്ട് ഞാൻ ചിന്തിച്ചതാണ് ഇത്തരത്തിലൊരു വീഡിയോ ലക്ഷദ്വീപിനെ പറ്റിയും പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനം അതിനെ പറ്റിയൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു അതിന് കറക്റ്റായൊരു സമയം എത്തിയത്. കാരണം അത് പറയാനുള്ള കാരണം നമുക്ക് തൃശ്ശൂരിൽ പ്രധാനമന്ത്രി വനിതാ മഹിളാ ശക്തി സംഗമം നടത്തി. അതായത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് BJPയുടെ നേട്ടങ്ങൾ എല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വനിതാ ശക്തി സംഗമത്തിൽ സംസാരിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കതൊരു രാഷ്ട്രീയ പ്രചരണം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ അതിനെ നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷെ ഞാൻ പറയാൻ വരുന്നത് അതിനെപ്പറ്റിയല്ല. അതിന് തൊട്ട് മുന്നേ ദിവസം അദ്ദേഹം ലക്ഷദ്വീപിൽ പോയിരുന്നു. ഈ ലക്ഷദ്വീപിൽ പോയ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ബീച്ചിൽ കാലിൻ്റെ മുകളിൽ കാല് കയറ്റി വെച്ചിരിക്കുന്ന ഒരു ചിത്രങ്ങൾ. അതുമാത്രമല്ല നീന്തലടക്കം ചെയ്യുന്നതിൻ്റെ ഫോട്ടോകൾ അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലടക്കം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഫോട്ടോകൾ ലക്ഷദ്വീപ് ടൂറിസത്തിന് ഇത് വളരെയധികം ഒരു സഹായകമാകുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടായിരിക്കണം അത്തരത്തിലുള്ള ചിത്രങ്ങൾ അവിടെ പങ്കുവെച്ചത്. ശരിക്കും അത്തരത്തിലുള്ള ചിത്രങ്ങൾ ലക്ഷദ്വീപിന്റെ വളർച്ചയ്ക്ക് നല്ല രീതിയിലൊരു പങ്കുവച്ചിട്ടുണ്ട്. കാരണം അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുള്ള ഒരു കുതിപ്പെന്ന് പറയുന്നത്. ലക്ഷദ്വീപിന്റെ #കൾക്കുള്ള ഒരു കുതിപ്പെന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അത് മാത്രമല്ല മറ്റു ചില കാര്യങ്ങൾ കൂടി അതിന്റെ പിന്നിലുണ്ട്. അതായത് ലക്ഷദ്വീപിന്റെ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരിക്കുന്ന ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ വന്നതിന് പിറകെ ലക്ഷദ്വീപിന് കാര്യമായൊരു ബൂസ്റ്റപ്പ് കിട്ടുകയും അവിടുത്തെ ടൂറിസം മേഖലയിൽ കാര്യമായൊരു ഉണർവുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ഓരോ ദിവസത്തെ ഈ കഴിഞ്ഞ ദിവസങ്ങൾക്ക് അതിനുശേഷമുള്ള നരേന്ദ്രമോദി അവിടെ ചെന്ന് ഫോട്ടോ ഇട്ടതിന് ശേഷമുള്ള ടൂറിസം, നമ്മുടെ ഫ്ലൈറ്റിന്റെ ഇതാണെങ്കിലും റൂംസ് ബുക്കിങ്ങിന്റെ ആണെങ്കിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഈ നരേന്ദ്രമോദിയുടെ ഈ പോസ്റ്റിന് പുറമെ മാലിദ്വീപിലെ 3 മന്ത്രിമാര്, പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന 3 മന്ത്രിമാര് അദ്ദേഹത്തിനെതിരെ പരാമർശം നടത്തുകയും അതിനെ തുടർന്ന് ഈ മന്ത്രിമാരെ 3 പേരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഇത് സസ്പെൻഡ് ചെയ്യുന്ന മാത്രമല്ല, ഇപ്പം ഏകദേശം ഞാനിപ്പോൾ ലാസ്റ്റ് സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ഞാൻ കണ്ടത് ഏകദേശം 9,000-ലധികം റൂമുകൾ അവിടെ, അതായത് മാലിദ്വീപിൽ ബുക്ക് ചെയ്യപ്പെട്ടിരുന്ന 9,000-ലധികം റൂമുകൾ ക്യാൻസൽ ചെയ്യപ്പെട്ടു. 3,000-ലധികം ഫ്ലൈറ്റുകൾ, അതായത് മാലിദ്വീപിലേക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ അവധി ആഘോഷിക്കാൻ പോകാൻ വേണ്ടിയിരുന്ന പലരും മാലിദ്വീപ് ക്യാൻസൽ ചെയ്തിട്ട് ലക്ഷദ്വീപിലേക്ക് പോകുന്നു. ഞാനൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അതായത് നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി പാർലമെന്റിൽ സംസാരിക്കുന്ന, എനിക്കൊന്ന് റീസെന്റ് ആയിട്ടുള്ള ഒരു പ്രസംഗമായിരിക്കണം, അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം നെഞ്ചിൽ തൊട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. കാരണം അദ്ദേഹം അവിടെ ആ ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തത് കൊണ്ട് ലക്ഷദ്വീപിന്റെ ടൂറിസം നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ട്. മാലദ്വീപിന്റെ പ്രശ്നങ്ങൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. കാരണം ആവശ്യമില്ലാതെ വിവാദത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ 3 മന്ത്രിമാർക്കും മിണ്ടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം ഇത്തരത്തിൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ പുച്ഛിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവഹേളിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് അവർക്ക് സസ്പെൻഷൻ അടക്കം കിട്ടി. ഇപ്പോൾ എന്താ പറയാ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരിക്കേണ്ട അവസ്ഥ വന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാൻ വന്നത് ഇത്തരം കാര്യങ്ങളല്ല. ഞാൻ പറയാൻ വന്നത് മറ്റൊരു കാര്യമാണ്. അതായത് ഈ പ്രധാനമന്ത്രിയുടെ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ലക്ഷദ്വീപിന്റെ ടൂറിസം വളരെയധികം, കാരണം ഒരുപാട് ബുക്കിങ്ങുകളും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ടൂറിസ്റ്റുകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ ഇനി അവിടെ ഭാവിയിൽ വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞാലേ, ഈ നരേന്ദ്രമോദിയുടെ ഈ പോസ്റ്റിനെ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷദ്വീപിനെ ഇത്തരത്തിൽ ഉയർത്തി കൊണ്ടുവരണം, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഒരു സ്വത്ത് തന്നെയാണ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ് ലക്ഷദ്വീപിനെ ഉയർത്തി കൊണ്ടുവരണമെന്ന് നിരവധി ആൾക്കാർ സമൂഹ മാധ്യമങ്ങളിൽ ട്വീറ്റ് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമുകളിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്കൊന്നു ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ ഇത്തരത്തിൽ ലക്ഷദ്വീപിനെ പറ്റിയിട്ട് നരേന്ദ്രമോദി ഈ ഫോട്ടോ പരാമർശവും എല്ലാം കൂടി വെച്ചിട്ട് അദ്ദേഹം ലക്ഷദ്വീപിനെ വീണ്ടും നമുക്ക് ടൂറിസത്തിൽ ഉയർത്തിക്കൊണ്ടുവരണം എന്ന് പറഞ്ഞ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജോൺ അബ്രഹാം, സിനിമാ നടനായിട്ടുള്ള ജോൺ അബ്രഹാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അക്ഷയ് കുമാർ, അതുപോലെ തന്നെ നമ്മുടെ ആഷിക് 2-ലെ നായികയായിട്ടുള്ള, ഞാൻ ആ നായികയുടെ പേര് പെട്ടെന്ന് വിട്ടുപോയി കിട്ടിയില്ല, അവര് ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു ബോളിവുഡിലെ ഒട്ടുമിക്ക ആളുകളും എല്ലാം തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ
ലക്ഷദ്വീപിൽ വരിക, നമ്മൾ വിദേശത്തേക്ക് പോകുന്നതിന് പകരം നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ലക്ഷദ്വീപിൽ പോകുക, ലക്ഷദ്വീപിന്റെ വികസനത്തിനും അത് കാരണമാകും. അത് തന്നെയല്ല, ഇതെല്ലാം പറയുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. ലക്ഷദ്വീപ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ പോയി കാണേണ്ട ആവശ്യം ഉണ്ട് എന്ന് ഞാൻ പറയില്ല. കാരണം അതുപോലെ കാണാനുള്ള വസ്തുതകൾ അല്ലെങ്കിൽ കാണാനുള്ള കാഴ്ചയ്ക്ക് ഇമ്പമുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ മാത്രം നിങ്ങൾ പോയാൽ മതി. അല്ലാണ്ട് ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ പോകണമെന്ന് ഞാൻ പറയില്ല. അത്രയധികം കാഴ്ചകൾ, വർണ്ണ മനോഹരമായ കാഴ്ചകൾ ലക്ഷദ്വീപിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ലക്ഷദ്വീപിൽ ആൾക്കാർ പോകാൻ തയ്യാറാവുന്നതെന്ന് നമുക്ക് അവിടുത്തെ ചിത്രങ്ങളൊക്കെ, ഞാൻ ലക്ഷദ്വീപിൽ പോയിട്ടില്ല എങ്കിലും നമ്മൾ അവിടുത്തെ ദൃശ്യങ്ങളും ചിത്രങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ബോളിവുഡ് താരങ്ങളടക്കമുള്ളവർ ഇതിനെപ്പറ്റി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനവും ലക്ഷദ്വീപ് ടൂറിസവുമായി ബന്ധപ്പെട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, ലക്ഷദ്വീപ് ടൂറിസം ഉയർന്നു വരണം, രാജ്യത്തിന് മാതൃകയാകുന്ന ഒരു ടൂറിസമായി മാറണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പോസ്റ്റ് ഇട്ടുണ്ട്, അനുകൂലിച്ചു. ഇത്തരത്തിൽ ഒരുപാട് പോസ്റ്റുകൾ ബോളിവുഡിൽ നടക്കം വന്നു. അപ്പോൾ മലയാളത്തിലേക്ക് വരുമ്പോൾ ഞാൻ കണ്ടത്, മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ആകെ ഈ ഒരു ലക്ഷദ്വീപിന് പിന്തുണയുമായി വന്നേക്കുന്നത് ശ്വേതാ മേനോൻ എന്ന് പറയുന്ന നടി മാത്രമാണ്. അവരതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ഇന്ത്യൻ പട്ടാളക്കാരൻ്റെ മകളാണ് എന്നുള്ള കാര്യങ്ങളടക്കം വ്യക്തമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ശ്വേതാ മേനോൻ അത്തരത്തിലൊരു പോസ്റ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു പോസ്റ്റ് വന്നേക്കുന്നത്, മലയാളത്തിൽ നിന്ന് വന്നേക്കുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് മിന്നുമണി, നമുക്കറിയാം ഒരു ക്രിക്കറ്ററായിട്ടുള്ള മിന്നുമണിയാണ് പിന്നെ പോസ്റ്റ് ചെയ്തേക്കുന്നത്. ഇവർ രണ്ടുപേരും ഒഴിച്ചാൽ ഞാൻ ചോദിക്കുന്നത്, മലയാളത്തിൽ മറ്റ് യാതൊരുവിധ നടന്മാരും ഇല്ലേ എന്നുള്ളത്, അല്ലെങ്കിൽ നടിമാരില്ലേ എന്നുള്ളതാണ്. അതായത് എന്തുകൊണ്ടാണ് മലയാള സിനിമാ താരങ്ങൾ ഇത്തരത്തിൽ ഇതിനൊരു പ്രതികരണവുമായി എത്താത്തതെന്ന് ചിന്തിക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. വേറൊന്നുമല്ല, നമുക്കറിയാം 2021 സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിച്ചത് പൃഥ്വിരാജ്, സണ്ണി വെയിൻ, ഹരീഷ് അശോകൻ, സലിം കുമാർ തുടങ്ങിയ ഒരുപാട് നടന്മാർ ഇതിനെതിരെ സേവ് ദ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞിട്ട് ക്യാമ്പയിൻ തുടങ്ങുകയും ക്യാമ്പയിനെ പിന്താങ്ങിക്കൊണ്ട് ഈ പറയുന്ന മലയാളത്തിലെ ഒട്ടുമിക്ക മുൻനിര നായക നടന്മാരും സഹനടന്മാരും ഇവരെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവരെ ആരെയും ഈ ഒരു പോസ്റ്റ്, അതായത് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇട്ട പോസ്റ്റിനെ പിന്താങ്ങുന്നതായിട്ടോ അല്ലെങ്കിൽ അതിനെതിരെ പറഞ്ഞ് 3 മന്ത്രിമാരുടെ ഇത് പോയി, അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട, പ്രധാനമന്ത്രി ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും, അതുകൊണ്ട് അവരെ നിങ്ങൾ പ്രധാനമന്ത്രിയെ ബൂസ്റ്റപ്പ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഞാൻ ചോദിച്ചത്, ലക്ഷദ്വീപ് ടൂറിസത്തിന് വേണ്ടി അല്ലെങ്കിൽ ശ്വേതാ മേനോൻ എടുത്തതുപോലൊരു നിലപാട് ഇവർക്ക് എന്തുകൊണ്ട് എടുത്തുകൂടായിരുന്നു? അപ്പോ ഇവര് അന്ന് സേവ് ദ ലക്ഷദ്വീപ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഇവരുടേതായ സിനിമകൾ ആ സമയത്ത് പോകണമെങ്കിൽ അല്ലെങ്കിൽ ചെലവാകണമെങ്കിൽ പ്രേക്ഷകർ കാണണമെങ്കിൽ ചില പ്രത്യേക താല്പര്യങ്ങൾ ഇവർക്ക് സംരക്ഷിച്ചേ പറ്റൂ. അപ്പൊ അത്തരം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിൻ ഇവര് മുന്നോട്ട് കൊണ്ടുപോയതെന്ന് നമുക്ക് ഇത്രയും നാളത്തെ, ഇപ്പം നമുക്കറിയാം 2021, 22, 23, 24 ഈ കാലയളവിൽ നമുക്ക് മനസ്സിലായി. ഈ കാലയളവിൽ, കാരണം ഇത്രയും ഇത് മനസ്സിലാക്കാനായിട്ട്, സാധാരണ ജനങ്ങൾക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് 2024 വരെ കാത്തിരിക്കേണ്ടി വന്നു. അന്ന് സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിനുമായിട്ട് നിന്നിരുന്ന മുൻനിര നായകന്മാരോ സഹനടന്മാരോ ഒന്നും ഇന്ന് സേവ് ദ ലക്ഷദ്വീപ് എന്നോ അല്ലെങ്കിൽ പ്രൊമോട്ട് ലക്ഷദ്വീപ് ടൂറിസം എന്നോ പറഞ്ഞൊരു #, ഇടാൻ നമ്മൾ കാണുന്നില്ല. അതാണ് വസ്തുത. അപ്പോൾ ഇതില് ഈ 4 വർഷം ശരിക്കും പറഞ്ഞാൽ 2021, 22, 23, 24 കടന്നപ്പോ ഇത്രയും നാള് ഈ ഒരു കാലഘട്ടം എടുത്തു സാധാരണ ജനങ്ങളിലേക്ക് അന്ന് ഇവർ കാട്ടിക്കൂട്ടിയത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്. ബോളിവുഡിലടക്കം ലക്ഷദ്വീപ് ടൂറിസം നല്ലൊരു വാർത്തയാവുകയും അവർക്ക് എല്ലാവർക്കും തങ്ങളുടെ ഭാരതത്തിന്റെ ഒരു ഭാഗമാണെന്ന് തോന്നുകയും അത്തരത്തിൽ ഉയർത്തിക്കൊണ്ട് വരണം എന്നൊരു ചിന്ത ഉള്ളത് കൊണ്ടാണ് അവരെല്ലാവരും തന്നെ ഇത്തരത്തിൽ പോസ്റ്റ് ഇട്ടത്. പക്ഷെ എന്നാൽ ഇതുവരെയും നമ്മുടെ മുൻനിര നായകന്മാരും സഹനടന്മാരും യാതൊരു രീതിയിലുള്ള പോസ്റ്റും ലക്ഷദ്വീപിനെ പറ്റി ഇട്ടിട്ടില്ല. ഇവര് കണ്ടതാണോ അതോ കാണാതെ നടിക്കുന്ന പോസ്റ്റാണോ എന്നുള്ളത് നമുക്കറിയില്ല. ഈ സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിൻ നടന്ന സമയത്ത് തന്നെ കൃത്യമായി മറ്റുള്ളവർ കളിയാക്കുമെങ്കിലും അദ്ദേഹത്തിൻ്റെതായ ചില കാഴ്ചപ്പാടുകളും വ്യക്തിത്വങ്ങളുമുള്ള സന്തോഷ് പണ്ഡിറ്റ് എന്ന നടനും സംവിധായകനുമൊക്കെയായ ആൾ ഇതിനെപ്പറ്റി ഒരു കൃത്യമായൊരു ധാരണ അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിഗമനങ്ങളും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി. ഇപ്പോൾ അതൊരു കൂട്ടി വായിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അത് ഏറെക്കുറെ സത്യമാണ് എന്ന് തന്നെയാണ്. കാരണം ഞാൻ അദ്ദേഹത്തിന്റെ പോസ്റ്റ്, ഫേസ്ബുക്കിലുള്ള അദ്ദേഹത്തിന്റെ പോസ്റ്റ് അതായത് സന്തോഷ് പണ്ഡിറ്റിന്റെ രാഷ്ട്രീയ നിരീക്ഷണം എന്ന പേരിലാണ് അദ്ദേഹം തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്കായി ഒന്ന് വായിക്കാം. ലക്ഷദ്വീപിലെ മദ്യനിരോധനത്തിന് വേണ്ടി കരഞ്ഞു ബഹളം വയ്ക്കുന്ന എല്ലാവരും കേരളത്തിലും മദ്യനിരോധനം വേണമെന്ന് ഉറക്കെ പറയുവാനുള്ള നട്ടെല്ല് കാണിക്കണം. അദ്ദേഹത്തിന്റെ ചില പോയിന്റുകളാണത്.
കഴിഞ്ഞ തവണ കാർഷിക സമരത്തിന്റെ സമയത്ത് വായ തുറന്ന ചില വലിയ നടന്മാർ ഇപ്പോൾ ലക്ഷദ്വീപിൽ മദ്യം നിരോധിക്കാൻ വേണ്ടി കരഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടുന്നുണ്ടല്ലോ. 2019 ഡിസംബർ ആയിരുന്നു അവരുടെ കരച്ചിൽ. ആ സമയം വായ തുറന്ന നടന്മാരുടെ പുതിയ സിനിമ റിലീസ് ഉണ്ടായിരുന്നു. ആ സിനിമകൾക്ക് ചില വിഭാഗം ആളുകൾ കണ്ട് പിന്തുണ കിട്ടുവാനായിരുന്നു കർഷക പ്രേമം കാണിച്ചത്. അതിനുശേഷം പഞ്ചാബിലെ കർഷകർ ഇപ്പോഴും സമരം ചെയ്യുന്നുണ്ട്. പക്ഷേ പുതിയ സിനിമകൾ റിലീസ് ഇല്ലാത്തതിനാൽ ഒരു നടനും വീണ്ടും അവർക്കായി കരയുന്നില്ല. ലക്ഷദ്വീപിന് വേണ്ടി കരയുന്ന നടന്മാരും സാംസ്കാരിക നായകന്മാരും കേരളത്തിനായും കരയേണ്ട വിഷയമുണ്ട്. ലക്ഷദ്വീപിലെ പോലെ കേരളത്തിലെ സ്കൂൾ കുട്ടികൾക്ക് ചിക്കൻ കറിയും ബിരിയാണിയും മീൻ പൊരിച്ചതൊന്നും കേരളത്തിൽ വിളമ്പുന്നില്ല. തീരദേശ നിയമത്തിന്റെ പേരിൽ ലക്ഷദ്വീപിൽ മാത്രമല്ല കേരളത്തിലും എത്രയോ കെട്ടിടങ്ങൾ പൊളിച്ചിട്ടുണ്ട്. ആ പൊളിച്ച കെട്ടിടങ്ങൾ കേരള സർക്കാർ തന്നെ വീണ്ടും കെട്ടിക്കൊടുക്കണം എന്നും പറഞ്ഞ് പോസ്റ്റ് ഇടാമല്ലോ. ഗുണ്ടാ നിയമവും UAPAയും ലക്ഷദ്വീപിൽ മാത്രമല്ല കേരളത്തിലുമുണ്ടല്ലോ. ആ നിയമങ്ങൾ ലക്ഷദ്വീപിൽ മാത്രം മാറ്റിയാൽ മതി എന്നാണോ ഈ സാംസ്കാരിക നായകന്മാർ പറയുന്നത്? അങ്ങനെ കേരളത്തെ ഇനിയെങ്കിലും ലക്ഷദ്വീപ് പോലൊരു സമാധാനം നിറഞ്ഞ നാടാക്കി മാറ്റുന്നതിനെ കുറിച്ച് നമുക്കും ചർച്ച ചെയ്യേണ്ടേ? ലക്ഷദ്വീപിൽ ഇത്രയും കാലമായി ഒരു കള്ളവുമില്ല ചതിയുമില്ല എന്ന് ചിന്തിക്കുന്നവർ കേരളവും ലക്ഷദ്വീപിലെ പോലെ ആക്കുവാൻ ഇവിടെയും മദ്യനിരോധനവും രാഷ്ട്രീയ ആക്രമണങ്ങൾ ഇല്ലാതാക്കുവാനും ശ്രമിക്കണമെന്നും അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ കുറിച്ചിരുന്നു. എന്നിങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങളാണ് സന്തോഷ് പണ്ഡിറ്റ് അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ കുറിച്ചിരുന്നത്. മലയാളത്തിലെ പ്രമുഖ നടന്മാരും സഹനടന്മാരുമെല്ലാം സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിനുമായി മുന്നോട്ട് വന്നത് അവരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക്, അതായത് അവരുടെ സിനിമകൾ വിറ്റഴിഞ്ഞു പോകണം, ഒരു ഇതര വിഭാഗത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ടും കൂടി കിട്ടി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് അവർ ഇത്തരത്തിൽ അന്ന് പ്രവർത്തിച്ചത്. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ചതിലൂടെ നിരവധി അദ്ദേഹത്തിന്റെ പോസ്റ്റിലൂടെ നിരവധി ടൂറിസത്തിന് ഉണർവേകുന്ന കാര്യങ്ങൾ ലക്ഷദ്വീപിൽ സംഭവിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ഒരു വാക്ക് മിണ്ടാൻ ഇവർക്ക് ആർക്കെങ്കിലും കഴിഞ്ഞു? എന്തുകൊണ്ട് കഴിയില്ല? കാരണം ഈ വരുന്നവരുടെയൊക്കെ ചിത്രങ്ങൾ ഇനി അടുത്ത റിലീസിന് എത്തുമ്പോൾ മാത്രമേ ഇവരെല്ലാവരും ഇനി മിണ്ടുള്ളൂ. അത് നമുക്ക് ഈ 2021 നിന്ന് 2024 നിന്ന് തിരിഞ്ഞ് സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിൻ എന്നതിലേക്ക് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്.